എല്ലാവർക്കും ഒരു ഹായ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമി സീരീസിന്റെ എപ്പിസോഡ് 120 ഓക്കെ. അപ്പോൾ എപ്പിസോഡിന്റെ ആദ്യം തന്നെ ശിവൻ കൾട്ടിവേഷൻ ചെയ്യുമ്പോഴാണ് അങ്ങോട്ട് സോൾ ഹാളിലെ പ്രസൻസ്. അത് സോൾ ഹാളിൽ ആരുമാണെന്ന് അവന് മനസ്സിലായി. അവിടെ സോൾ ബാരിയർ ഉപയോഗിച്ച് മറിച്ചു. ശിവന് സോൾ ഹാള് ആണെന്ന് മനസ്സിലായിട്ട് ഒളിച്ചെൽക്കാതെ പുറത്ത് വരാനായിട്ട് പറയുമ്പോൾ ഒരാൾ വന്നു. ഈ സോൾ ബാരിയർ അത് അകത്ത് നടക്കുന്ന എന്താണെന്ന് പുറത്ത് അത് കാണത്തില്ല എന്ന് വെച്ചാൽ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തു കാര്യവും ഈ സോൾ ബാരിയറിന് പുറത്തുള്ളവർക്ക് അറിയത്തില്ല. യാവച്ച നിനക്ക് ബോൺജില്ലിയ ഫ്ലെയിം മന്ത്ര തന്നലേ എന്ന് പറഞ്ഞ് സീഹാർട്ട് ഫ്ലെയിം എടുത്തു. അതുകൊണ്ട് ഇത് ഹാൻഫിങ്ങിന്റെ ഉണ്ടായിരുന്നാണല്ലോ എന്നതുകൊണ്ട് ഷോക്കായി. 2 ഡൗസൻ അവർ പ്രൊട്ടക്ട് ചെയ്യുമെന്നാണ്. എന്നാൽ ഇപ്പോൾ നടക്കില്ല. പിന്നെ ശിവൻ സ്പേസ് സ്കില്ല് യൂസ് ചെയ്ത് പോയാലും എന്ന് വിചാരിച്ചാൽ അത് കഴിയില്ല. കാരണം സോൾ ബാരിയർ അങ്ങനെയാണ് ഉള്ളത്. അത് തരാൻ പറയുമ്പോൾ ശിവന് ദേഷ്യം വന്നിട്ട് റൂളർ എടുത്ത് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. എന്നാൽ അത് സിമ്പിളായിട്ട് തടയുകയാണ്. അവന് നേരെ സീഹാർട്ട് ഫ്ലെയിം വെച്ച് അറ്റാക്ക്. അത് റൂളർ ടെക്നിക്ക് യൂസ് ചെയ്ത് തടഞ്ഞു. ക്രോസ് ഉപയോഗിച്ച് വിട്ട് അത് സോൾ ഹാളിൽ ഉള്ളവൻ തടഞ്ഞു. അപ്പോഴേക്ക് ശിവൻ ബുദ്ധ ലോട്ടസ് ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അത് വിടുമ്പോൾ സോൾ ഹാള് ഇയാളുടെ പേര് ഇപ്പോൾ മെൻഷൻ ചെയ്യുന്നില്ല, കുറച്ച് മനസ്സിലാവും. അയാള് സീഹാർട്ട് വെച്ച് തന്നെ ആ ബീസ്റ്റ് ഫോം അതുണ്ടാക്കി വിട്ട് അതിനെ പൊട്ടിത്തെറിപ്പിച്ചു. എന്നാൽ അവന്റെ തന്നെ പപ്പറ്റ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ സമയം ശിവൻ ആ ബാരിയർ ബ്രേക്ക് ചെയ്യാൻ നോക്കി, എന്നാൽ നടക്കുന്നില്ല. പുറത്തെ ഈ സമയം അങ്ങനെ ഒരു ഫൈറ്റ് നടക്കുന്നതായിട്ട് അറിയത്തുമില്ല. ശിവന്റെ പപ്പറ്റിനെ അടിച്ച് തെറിപ്പിച്ചു. ശിവൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പോയി നടക്കില്ലെന്ന് മനസ്സിലായിട്ട് 3 കളിയിട്ട് ആദ്യം മുദ്ദലോട്ടും ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. പപ്പറ്റ് പിന്നെ വന്ന് ഹെവൻലി ഫ്ലെയിം യൂസ് ചെയ്ത് ലോക്കാക്കി തെറിപ്പിച്ചു. ഫ്ലെയിം മന്ത്രയുടെ പവർ അതുകൊണ്ട് അത്രയ്ക്ക് സന്തോഷം, അത്ര ടെറിഫിക്കായ ഒന്നായിരുന്നു. ആ സോൾ ഹാളിലെ അയാൾ എന്തൊരു സ്കിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് യൂസ് ചെയ്ത് ഒരു സ്പിയർ പോലെ അത് മുകളിലേക്ക് വിട്ട് ഒരു വലിയ ട്രൈഡന്റ് ആയിട്ട് മാറി. അത് അവന് നേരെ വിട്ടു. ഇതെല്ലാം ന്യൂതിൽ എന്റെയാണ് എന്ന് പറഞ്ഞ് വിടുകയാണ്. ശിവൻ അത് കംപ്ലീറ്റ് ആക്കിയില്ല. അവന്റെ അടുത്ത് എത്തിയതും പെട്ടെന്നൊരു പവർ വന്നത് ഇല്ലാതാക്കി. എന്ന് മാത്രമല്ല ആ സോൾ ബാരിയർ തന്നെ ഇല്ലാതാക്കി. അവിടെ ഒരു സ്പിരിച്വൽ രൂപം വന്നു. വെൽസ്വാഗോട് ഇങ്ങനെയുള്ളത് ചെയ്യാൻ അനുവദിക്കില്ല. ഷുവാൻ കോങ്സിയും എന്ന് പറഞ്ഞ് ദേഷ്യം. ഇത് പിൽസ്വാഗോഡായിട്ട് ഒന്നും വന്നില്ലല്ലോ. അത് കേട്ട് ഇത് നമ്മുടെ ഏരിയയാണ്, ബാക്കിയുള്ളവരോട് ഞാൻ എന്ത് പറയാന്ന്. ശിവന്റെ അടുത്ത് മറ്റുള്ളവർ എത്തി. ശിവനോട് ഇഷ്യ ചോദിക്കുമ്പോൾ ഇപ്പോൾ നീ കുഴപ്പമില്ല എന്ന്. ഇയാൾ സാധാരണക്കാളല്ല, സാധാരണ ആളല്ല. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് പോകുന്നു. ശിവൻ നീ കെയർഫുൾ ആയിട്ടിരുന്നു എന്ന് പറഞ്ഞാൽ പോകുന്നു. ഈശ്വൻ അറ്റാക്ക് ചെയ്യാൻ നോക്കി എന്നർത്ഥം തടഞ്ഞു. നിന്നെ തേടി വരും എന്ന് പറഞ്ഞു പോയി. ശിവൻ അയാളിന് നന്ദി പറയുമ്പോൾ എന്റെ ഓൾഡ് ഫ്രണ്ട് ഡിസിപ്ലിനെ ഞാൻ എങ്ങനെ ഹെൽപ്പ് ചെയ്തിരിക്കാൻ. ശിവനപ്പോൾ അവന്റെ മാസ്റ്റർ ഇയാളുമായിട്ട് നല്ലൊരു റിലേഷൻ ആയിരുന്നു എന്ന് മനസ്സിലായി. അവനോട് നാളെ പിൽസ് പഗോഡയിലേക്ക് വരാനും ഷെങ്ങിന്റെ അടുത്ത് പോയാൽ മതി. മെയിനായിട്ട് ഷോമിങ് സെറ്റ് അങ്ങനെ സെറ്റ് അത് അറിയരുതെന്ന് പറയുന്നുണ്ട്. അവനെ കുറിച്ചുള്ളത് സോൾ ഹാൾ അറിയുന്നുണ്ട്. ഷോമിങ് സെറ്റോ എന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ ചോങ്ങിനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഷുവാൻ കോങ്സി പോയിരുന്നു. സോൾ ബാരിയർ നമ്മൾ അറിയാതെ ചെയ്ത് എനിക്ക് ഇനി ഇതുപോലെ ഉണ്ടാകാം എന്ന് ടൈൻക്ക് പറയുമ്പോൾ ഇപ്പോൾ വന്നാൽ എന്നേക്കാൾ കുറച്ച് സ്ട്രോങ് ആണ്, എങ്കിലും ഫൈറ്റിൽ എന്നെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് ഈശ്വൻ. എന്ത് തന്നെയായാലും സീഹാർട്ട് ഫ്ലെയിം ഹാൻഫെങ്ങിന് കൂടുതൽ അറിയാൻ കഴിയും എന്ന് മനസ്സിലാക്കിയിട്ട് അവനെ ഇറക്കി. നീ സീഹാർട്ട് ഫ്ലെയിം ആർക്കാ കൊടുത്തേ എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കറിയില്ല, ഞാൻ അയാളുടെ കണ്ടിട്ടില്ല, ഐഡന്റിറ്റി റിവീൽ ആക്കിയിട്ടില്ല എന്ന കള്ളോണെന്ന് മനസ്സിലാക്കിയിട്ട് നല്ലോണം ചോദിക്കാൻ പറയുമ്പോൾ ഞാൻ പറയാം. അയാളുടെ പേര് ഗൂമു. ഒരു 1000 ലെവൽ മാത്രമല്ല 8 ലെവൽ ആൾക്കമിസ്റ്റ് കൂടിയാണ്. അതുപോലെ യാവച്ചനും മൂവും ഒരു സെക്റ്റിൽ നിന്നാണ് വന്നത്. എന്തോ കാരണത്തെ സെക്റ്റിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം സോൾ ഹാളിൽ ചേർന്നു ആ പാത്ത് ചൂസ് ചെയ്തു. അതോടെ യാവച്ചനെ വേട്ടയാടാനുള്ള ദേഷ്യമായി എന്നെ അയാൾ യൂസ് ചെയ്ത് ഫ്ലെയിം മന്ത്രം എടുക്കാൻ നോക്കി. ഇതൊന്നും മാസ്റ്റർ ശിവ എന്നോട് പറഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ മനസ്സിലാക്കാൻ ഇപ്പോൾ വന്നത് ഗൂമു എന്ന ആളാണ്. എന്നെ അയാൾ ഈ റോങ് പാത്തിലൂടെ യൂസ് ചെയ്യുകയായിരുന്നു. അപ്പോഴേക്കും കൊപ്പിലേക്ക് കളഞ്ഞു. എന്നെ വെറുതെ വിട്. നടന്നില്ല. ഇപ്പോഴാണ് എന്തിനാണോ മാസ്റ്ററിനെ ഇവർക്ക് കൊല്ലാനുള്ള റീസൺ എന്ന കാര്യം മനസ്സിലായത്. എന്നാൽ ഇനി ഇത് ഗൂമു അതാരാണ്, എന്തിനാണ് സെറ്റിൽ നിന്ന് പുറത്താക്കിയത്, മാസ്റ്റർ തമ്മിൽ എന്ത് പ്രശ്നമാണ് വന്നേ എന്നൊക്കെ വഴിയെ മനസ്സിലാകും. എന്ത് തന്നെയായാലും പിൽസ് കോൺഫറൻസിൽ ടോപ്പ് 10 കാരണം ആ 3000 ബേണിംഗ് ഫ്ലെയിം കിട്ടുകയാണ്. പിറ്റേന്ന് ഷെങ്ങിന്റെ അടുത്തെത്തി മാസ്റ്റർ കുറെ നേരമായിട്ട് വെയിറ്റ് ചെയ്യണ ഷോമിങ് സെക്റ്റുമായിട്ടുള്ള പ്രശ്നം ഈ പിൽസ് കോൺഫറൻസ് കഴിഞ്ഞ് സോൾവ് ആക്കി. ഇതായിട്ട് പ്രശ്നമാക്കാതെ കൊണ്ടുപോകുന്നതാണ് നല്ലത്. ശിവനെ അതെല്ലാം കേട്ട് സമ്മതിച്ച് ചിരിക്കുകയാണ്. അതിനുശേഷം അങ്ങോട്ട് പോകുന്നുണ്ട്. ഒരു പോർട്ടോ പോലുള്ള സ്ഥലത്ത് കൊണ്ടു നിർത്തിയിട്ട് അവിടെ നിന്ന് എന്തോ ഒരു സ്പെല്ല് യൂസ് ചെയ്യുന്നു. അതോടെ അത് ആക്ടിവേറ്റ് ആകാനും അവർ നിന്ന സ്ഥലം മറ്റൊരു സ്ഥലത്തേക്ക് മാറി. ഇതാണ് പിൽസ് പഗോഡ. അത് കാണാൻ തന്നെ ഒരു ഇതായിരുന്നു, ഏതായിരുന്നു എന്ത്. അതിനുള്ളിലേക്ക് പിന്നെ അവർ നടന്നു ഷോൺ കോങ്സിയുടെ അടുത്തെത്തി ഷെങ്ങിനെ പറഞ്ഞു വിട്ടു. ഷിയാൻ പിന്നെ നന്ദി പറയുമ്പോൾ യാവോച്ചൻ തിരഞ്ഞെടുത്തത് ഒട്ടും തെറ്റായില്ല. നീ എന്നെ അങ്കിൾ ഷുവാൻ എന്ന് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ ഉള്ളിലുള്ള ബോൺചെല്ലി ഫ്ലെയിം അത് ഫീൽ ചെയ്തു. എന്താണ് നടന്നത് എന്ന് ചോദിക്കുമ്പോൾ അവന്റെ മാസ്റ്ററിന് സംഭവിച്ച കാര്യം അതെല്ലാം പറയാണ്. സോൾ ഹാൾ കൊണ്ടുപോയി ദൂരെ. അത് കേട്ട് ഞാൻ ഒട്ടും അത് ചെയ്യുന്നില്ല. പിൽസ്കോപ്പഗോഡയിൽ ഉണ്ടായിരുന്ന ടൈമിൽ തന്നെ അവനെ ടാർഗറ്റ് ചെയ്തിരുന്നു. നമ്മൾ പ്രൊട്ടക്ട് ചെയ്തനെ എന്ന് അവന് ഫ്രീഡം വേണമെന്ന് ആഗ്രഹിച്ചു. ശിവൻ അവന്റെ ടീച്ചറിന് സംഭവിച്ചത് മുഴുവൻ
ഷിവൻ അതിന്റെ പ്രതികാരം വീട്ടും. അവന്റെ മാസ്റ്റർ എവിടെയാണ് എന്ന് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. ജുവാന് വെറുതെ നോക്കി നിൽക്കില്ല. പിൽസ്പാഗോഡ് അവർ എങ്ങനെ ക്ലൂ ഒപ്പിക്കും എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടിയിരുന്ന 1000 ഇയർ ബ്ലഡ് ഡീമൺ ഫ്രൂട്ട് അതും കൊടുത്തു. ഇത് നിനക്ക് ആവശ്യമാണ് എന്ന് എനിക്കറിയാം. അതുപോലെ സോൾ പാം എന്ന സോൾ ടെക്നിക്കും സ്ക്രോള് അതും കൊടുത്തു. അവനത് വാങ്ങിച്ചു. അപ്പോഴേക്കും കുറച്ചു പേര് അങ്ങോട്ട് വരികയാണ്. ശിവനെ കണ്ട് കാവോയിങ് വിളിക്കാൻ പോകും. സോങ് കിങ് എന്ന അടുത്ത് നിന്നവൻ അവനെ പരിചയപ്പെടുന്നു. അപ്പൊ കാവോയിങ് പറയുന്നുണ്ട്, ഇത് പിൽസ്പാഗോഡിലെ ഗ്രേറ്റ് എൽഡറിന്റെ ബെസ്റ്റായ ഡയറക്റ്റ് ഡിസിപ്ലിൻ ആണ്, നിന്നേക്കാൾ സ്ട്രോങ് ആണ്. ശിവൻ ഗ്രേറ്റ് എൽഡേഴ്സിന് ഗ്രേറ്റ് ആയ ഡിസിപ്ലിനെ തന്നെ കിട്ടും എന്ന് തമാശയോടെ പറയുകയാണ്. അപ്പോൾ ശിവൻ, ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തിനെന്ന് പറയാം എന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങി. പിൽസ്പാഗോയുടെ ഫിൽസ് കോൺഫറൻസിൽ ഒരുപാട് ഫോഴ്സ് വരും. എന്തിനെന്നാ 3000 ബേൺ ഫ്ലെയിമിന് വേണ്ടി. അത് വളരെ അഗ്രസീവ് ആയതാണ്. പിൽസ്പാഗോഡായിട്ട് അത് സെയിൽ ചെയ്ത് വെച്ചേക്കുവാണ്. മെയിനായിട്ട് സോൾ ഹാളായിരിക്കും വരിക. അവർ അത് എടുക്കാൻ ഇമ്മോർട്ടൽ എബിലിറ്റി കിട്ടാനും അത് എടുക്കാനും എന്ത് വഴി വേണമെങ്കിലും അവർ യൂസ് ചെയ്യും. കഴിഞ്ഞില്ല ആ സീൽ ബ്രേക്ക് ചെയ്യാനും നോക്കും. അങ്ങനെ വല്ലായ പിൽസ്പാഗോഡ് അത് ഡിസ്ട്രോയ് ആകും. വലിയൊരു പ്രശ്നം തന്നെ ഉണ്ടാകും എന്ന് പറയുകയാണ്. എനിക്ക് സോൾ ഹാളിനെ പിൽസ് കോൺഫറൻസിൽ ജോയിൻ ചെയ്യിപ്പിക്കാതിരുന്നൂടെ? എന്നാൽ അത് കഴിയില്ല. കാരണം പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അതുപോലെ ഇവരെ പ്രത്യേകമായിട്ട് മാറ്റി നിർത്താനും കഴിയില്ല. അതുപോലെ തെളിവില്ലാതെ ഒന്നും ചെയ്യാനും കഴിയില്ല. സോൾ ഹാള് മാത്രം ചെയ്യണമെന്നില്ല. അതുപോലെ അത് അവരുടെ റൂൾസ് ആണ്. എന്ത് കാരണത്താലും സോൾ ഹാൾ ടോപ്പ് 10 കയറരുത് എന്നാണ് അവരോട് പറയുന്നത്. അവർ ഉറപ്പായും അവരുടെ ബെസ്റ്റ് കാണിക്കും എന്ന് പറയുന്നുണ്ട്. ഷിയോനോട് നീ പിൽസ്പാഗോഡിൽ അല്ലെങ്കിൽ കൂടി എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാനും എന്ത് വില കൊടുത്ത് തടയും എന്ന് പറയുന്നു. അവരോട് പോകാനായിട്ട് പറയുന്നു. അവർ പോകുമ്പോൾ മാസ്റ്ററിനോട് സംസാരിക്കുന്നത് പോലെ, യാബച്ചൻ ഞാൻ ഒട്ടും വിചാരിച്ചില്ല നമ്മുടെ ഡിസിപ്ലിനെ വെച്ച് നമ്മൾ തമ്മിൽ മത്സരിക്കുന്നു. അതിന് കാരണം പണ്ട് മാസ്റ്ററും അതുപോലെ ഫെങ്സോൺഷിയും ഇപ്പോൾ ഇഷുവാന് ഇവർ 3 പേരും പണ്ട് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. അതുപോലെ ഇവർ തമ്മിൽ മത്സരങ്ങളും ഉണ്ടായിരുന്നു. അത് ഇതിൽ മെൻഷൻ ചെയ്തേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താ അടുത്ത എപ്പിസോഡ് കാണാം. ബൈ.